ഈ വാറിന്റെ ഇടയ്ക്ക് ഇസ്രായേലിലെ ജനങ്ങൾ അവരുടെ ഇൻഫ്ലേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ കറൻസി മൂല്യം കുറയുന്നതിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഏത് സ്ഥലത്താണെന്നറിയോ? കുറച്ച് കാശുള്ള ഇസ്രായേൽ ജനങ്ങൾ മെയിൻലി ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് ഗോൾഡും റിയൽ എസ്റ്റേറ്റും. ഇപ്പോൾ നമ്മുടെ ദുബായ് റിയൽ എസ്റ്റേറ്റിന്റെ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തിനേക്കാളും നല്ലൊരു ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. ഇത്രയും വലിയ വാർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഇസ്രായേലിന്റെ ട്രാൻസാക്ഷൻ, ഇസ്രായേൽ രാജ്യത്തു നിന്നുള്ള ജനങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എത്രയാണെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 200% ആണ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നുകൊണ്ടല്ല, നമുക്കിപ്പോൾ ഇറാന്റെ കാര്യം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ $1 എന്ന് പറയുന്നത് ഒരു മാസം മുമ്പ് നമുക്ക് ഏകദേശം 47,000 ഇറാൻ റിയാൽ മാത്രമുള്ളതാണ്. പക്ഷേ ഇപ്പോഴോ 1.3 മില്യൺ ആയി മാറിയിരിക്കണം. അപ്പം ഇൻഫ്ലേഷനെ പേടിച്ച് ജനങ്ങളുടെ ക്യാഷ് സേഫ് ആക്കാൻ വേണ്ടി കുറച്ച് പൈസ ഉള്ളവർ ഇപ്പം മെയിൻലി നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്വർണ്ണവും, അതായത് ഗോൾഡ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആണ്, ഒരു പ്രോപ്പർട്ടി മേടിച്ചിരുന്നത്. ഇത് മൂന്നും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും എപ്പോഴും സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇപ്പം ദുബായിൽ റിയൽ എസ്റ്റേറ്റിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ മറന്നുപോയവർ അല്ലെങ്കിൽ വിട്ടുപോയവർ ഇപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്തോ, നമുക്ക് ഈസിലി വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും.